ഡോക്ടർ അനി എസ് ദാസിന്റെ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം എത്രയോ ക്ഷണികമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനും ആപൽഘട്ടങ്ങളിൽ ചില കാര്യങ്ങളിൽ അല്പം പരിജ്ഞാനം, അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ മരണത്തെ അല്പം കൂടി തള്ളി നീക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മാസം 12-ാം തീയതി ദൂരദർശനിലെ ലൈവ് പരിപാടിക്കിടെ കാർഷിക സർവകലാശാല ഡയറക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കാം. കാർഷിക സർവകലാശാല ആസൂത്രണ വിഭാഗം ഡയറക്ടർ 59-കാരനായ ഡോക്ടർ അനി എസ് ദാസ് ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ലൈവ് പരിപാടി ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അവതാരകൻ ഡോക്ടർ ഷാഹുൽ ഹമീദിൻ്റെ ആദ്യ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നതിനിടെ ഒരു അസ്വസ്ഥതയുണ്ടായി സ്റ്റുഡിയോയിലെ കസേരയിൽ നിന്നും ഡോക്ടർ അനി എസ് ദാസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നത് അറിയാതെ അപ്പോഴും ലൈവ് നടക്കുകയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നാമും ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ ഒരുപക്ഷെ കടന്നു പോയേക്കാം. നമ്മുടെ അടുത്തുള്ളവർക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായാൽ മനസാന്നിധ്യം വീണ്ടെടുത്ത് നാം എന്ത് ചെയ്യണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു സന്ദേശമാണ് ഇന്ന് ഞങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ദൃശ്യം നമുക്കൊന്നുകൂടി കാണാം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, EMPI, കേരള പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള ഫീഡ്സ്, ഈ 4 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും MD ആയി പ്രവർത്തിച്ചിട്ടുള്ളതും നിലവിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്ലാനിംഗ് വിഭാഗത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഡോക്ടർ അനി എസ് ദാസ് ആണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ അനി എസ് ദാസ്. നമസ്കാരം ഡോക്ടർ. താങ്ക് യു. നിലവിൽ ക്ഷീരമേഖല അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്? എല്ലാ മേഖലയിലും വ്യവസായമായാലും എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അതീവമായ വൈകാരികതയോടെ പ്രശ്നങ്ങളെ കാണുന്നതിന് പകരം എന്താണ് പ്രശ്നങ്ങളെന്നും ഇത് നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല എന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും നമുക്ക് ഒരുമിച്ച് ടെക്നിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സാങ്കേതികമായ ഇടപെടലുകൾ, 2 അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഇടപെടൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും സാങ്കേതികമായ ഇടപെടലിനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. അപ്പോൾ സാങ്കേതികമായ ഇടപെടൽ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് നമുക്കൊരു 400 പശുവിനൊരു ബ്രീഡിംഗ് യൂണിറ്റിന് നമുക്ക് ഡോക്ടറുണ്ട്. എല്ലാ വില്ലേജിലും നമുക്കൊരു മൃഗാശുപത്രിയും ഡോക്ടർമാരുണ്ട്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സമൂഹം കേരളത്തിലുണ്ട്. സ്റ്റോപ്പ്. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആത്മകഥം പറയും. മനുഷ്യൻ്റെയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ, ആൾക്ക് ദൈവം ഇത്രയേ ആയുസ് വിധിച്ചിരുന്നുള്ളൂ എന്ന്. ഇനി ഈ വാർത്ത കണ്ട് ഞങ്ങളെ അമേരിക്കയിൽ നിന്നും സാമുവൽ ചെറിയാൻ എന്നൊരു ഡോക്ടർ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കുക. CPR കൊടുക്കുവാൻ ഓരോ വ്യക്തിയും പഠിച്ചിരിക്കണം എന്നതിൻ്റെ ആവശ്യകത ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും. CPR എങ്ങനെയാണ് നൽകേണ്ടുന്നത് എന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഡോക്ടർ സുരേഷ് പ്രഭാകർ വിശദീകരിച്ചത് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. എന്റെ പേര് ഡോക്ടർ സാമുവൽ ചെറിയാൻ. മിസ്റ്റർ സുനി മാത്യു അല്ലയോ? അതെ. ഇത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഡോക്ടർ രാജനാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഒരു വാട്സപ്പ് ക്ലിപ്പ് കണ്ടു. കേരള യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ പ്ലാനർ ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോയതായിട്ട്. അത് സത്യമാണോ? പുള്ളി പോയിരുന്നു. ഞാൻ വിളിച്ചതിന്റെ അതിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കില്ല. കാര്യം ഈ CPR എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലും ടെമ്പിൾസിലും മോസ്കിലും YMCA, YWCA ഈ സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി അൺനെസസറി ഡെത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന് പുള്ളി പാസ് ഔട്ട് ചെയ്ത് ഉടൻ തന്നെ മറ്റേ പുള്ളി പറഞ്ഞ വെള്ളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞ പോലെ തോന്നുന്നു. വെള്ളമല്ല കൊടുക്കേണ്ടിയ, പുള്ളിയെ നിലത്തിട്ട് CPR കൊടുക്കുകയായിരുന്നു. കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ
അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചതിനായിരുന്നു. ആ അത് അധികം പ്രയാസമുള്ള ഒരു കോഴ്സ് അല്ല, ഒരു ട്രെയിനിങ് അല്ല, ഒരു 3 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. കേരള ഹെൽത്ത് മിനിസ്റ്ററോട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് കേരളത്തെ എല്ലാ സ്കൂളുകളിലും, ഞാൻ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും താല്പര്യമുള്ള ആൾക്കാരെ ഇതിനെ എടുത്തിട്ട് ട്രെയിനിങ് കൊടുത്താൽ 3 മണിക്കൂർ കൊണ്ട് ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്രെയിനിങ് എടുത്ത ആൾക്കാര് വേറെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, അത് വണ്ടി വെച്ച് സംഭവിക്കാം, പ്ലെയിൻ വെച്ച് സംഭവിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും ഒരാൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പൊ ആ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ പലരെ രക്ഷിച്ചിട്ടുണ്ട്. കാര്യം അത് ഞാൻ സുനിലോട് പറയാനായിട്ട് വിളിച്ചതേ ഉള്ളൂ. നാട്ടിലെ എല്ലാവരും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും നാട്ടുകാർക്കല്ല. സാമുവൽ ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാനൊരു അനുഭവം ഓർക്കുകയായിരുന്നു. കോട്ടയത്തെ വളരെ പ്രഗത്ഭനായ ഒരു സർജൻ, ആയിരക്കണക്കിന് രോഗികളെ സർജറിയിലൂടെ രക്ഷിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഒരു ഡോക്ടർ. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ടൊരു 72 വയസ്സ് കാണും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അദ്ദേഹം രാവിലെ വീടിൻ്റെ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഇത് കണ്ട് ഓടി വന്നത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ മരുമകനാണ്. ഉടൻ തന്നെ അദ്ദേഹം ആ പിതാവിനെ തറയിൽ കിടത്തി CPR കൊടുത്തു. പലതവണ CPR ചെയ്തപ്പോൾ പതുക്കെ ഹാർട്ടിൻ്റെ പമ്പിങ് റിവൈവായി. ഉടൻ തന്നെ അടുത്തുള്ള ഒരു നല്ലൊരു കാർഡിയാക് സെൻ്ററിൽ എത്തിച്ചു. ആ പിതാവിനെ രക്ഷിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൂടി 72കാരനായ ആ ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നത് കണ്ടു. കൃത്യസമയത്ത് ഇത് കാണുവാനും അവസരത്തിനൊത്തുയർന്ന് ആ മരുമകന് CPR കൊടുക്കുവാനും തോന്നുകയും ഉടനടി അദ്ദേഹത്തെ നല്ലൊരു കാർഡിയോളജിസ്റ്റുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ച് ഷോക്ക് കൊടുത്ത് ഹാർട്ട് റിവൈവ് ചെയ്യുവാൻ സാധിച്ചത് കൊണ്ടാണ് ആ ഡോക്ടർ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കണക്കുകൂട്ടലുകൾ പോലെ ചിലപ്പോൾ സംഭവിക്കത്തില്ലായിരിക്കാം. എങ്കിലും CPR എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നാൽ ഇത്തരം അവസരങ്ങളിൽ നമുക്കും പല ജീവനുകളും രക്ഷിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വിധിയെ പഴിച്ച് വെറും കാഴ്ചക്കാരായി നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.